എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അച്ഛനെ ഉണ്ണിയേട്ടനെയൊക്കെ ഞാൻ മണ്ടന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. മേഘേട്ടനോട് കുറച്ചൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ പോയി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കാണെങ്കിൽ ആ കൂടെ എന്റെ സമനില തെറ്റിയിരിക്കുക. ഇവളിങ്ങനെ പറയും. നമ്മൾ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഇവൾക്ക് ഒരു ധാരണയില്ല. അങ്ങനെ റിസ്ക് എടുത്തിട്ട് എന്താ ഫലം ഉണ്ടായത്? അങ്ങനെ നീ പറയില്ല കരണേ. നീ നിന്റെ മുത്തശ്ശി കൂടിയല്ലേ പായസത്തിനകത്ത് പൊടി കലർത്തി മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ നോക്കിയത്? എന്നിട്ട് എന്തായി? അത് നീ തന്നെയല്ലേ കുടിച്ചത്? നമ്മുടെ കുഞ്ഞു അതോടെ പോയില്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ തിരിഞ്ഞു കൂത്തുന്നു. അതാണ് ഇതുവരെയുള്ള അനുഭവം. അവളുടെ കയ്യിലിരുന്ന അയ്യപ്പസ്വാമി വിളങ്ങിയത് കണ്ടില്ലേ? ഇന്ന് ആ വിഗ്രഹം ഞാൻ ശരിക്കും കാണുന്ന. സത്യം പറഞ്ഞ അതിലേക്ക് നോക്കിയപ്പോ എന്തൊരു തിളക്കുള്ളതുപോലെ എനിക്കും തോന്നി കേട്ടോ. കണ്ണെഞ്ചിപ്പിക്കുന്ന പോലൊരു തോന്നല്. നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയതാ. ഇപ്പൊ മനസമാധാനവും പോയി, ഉറക്കവും പോയി. കോളിംഗ് ബെൽ അടിച്ചപ്പോ അവന്റെ ബോഡി കൊണ്ടുവന്നാ ഞാൻ കരുതിയത്. ഞങ്ങളും അങ്ങനെ കരുതി തന്നെയാ വന്നേ. അപ്പോഴല്ലേ ഒരുത്തി മുടിഞ്ഞ അഭിനയായിട്ട് പുറത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും സമയമായിട്ടും മരിച്ചവരെ കുറിച്ച് ഒരു വിവരം ഇല്ലായിരുന്നപ്പോ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ മേഘേട്ടന്റെ ആത്മവിശ്വാസം കണ്ടിട്ടാ ഞാൻ ഒന്നും ചോദിക്കാതിരുന്നേ. എടാ ഉണ്ണി, നിനക്കറിയാലോ, എടാ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ആരോടെങ്കിലും ശത്രുത തോന്നിക്കഴിഞ്ഞ അവനെയൊക്കെ പുകച്ച ചരിത്രമേ ഉള്ളൂ. എടാ ഇവിടെ മാത്രം എന്താടാ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത്? അയാള് വീൽ ചെയർ ഇരിക്കുന്ന ഒരാളല്ലേ, അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ലെന്ന് നമ്മൾ ചിന്തിച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതിനുശേഷം അയാൾക്കൊരു ദാമ്പത്യം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത് അതിലും വലിയ മണ്ടത്തരായിപ്പോയി. അതും മണ്ടത്തരം അല്ലായിരുന്നു. പക്ഷേ അവന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നത് അവനെ വഴിതെറ്റിക്കുന്ന ഒരുത്തിയായിപ്പോയി. എടാ, ഇനി നമ്മളെല്ലാം അവൻ ഇറക്കി വിടുമെന്ന എന്റെ പേടി. സത്യം പറയല്ലോ, ഈ രാത്രി വെളുക്കുന്നതിന് മുൻപ് വെള്ളം പതച്ചു കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് നിരാശയായിപ്പോയി.